പുറത്തെടുക്കുന്ന നിയമം അല്ലേ സാറേ? അത് നിങ്ങളുടെ അകത്തോട്ട് എന്നിട്ടല്ലേ? സാറിലേടെ അമ്മമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടായിരുന്നേ. അമ്മ ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചിരുന്ന മുതലാ അത്. പിന്നെ എന്തോ ദൈവവിളി ഉണ്ടായി കാണും. മരണക്കിടക്കയിൽ വെച്ചാണേ അവൾക്കത് ഊരി കൊടുക്കണത്. അപ്പൊ ആ വള എങ്ങനെ ഊരാന്ന് അമ്മാവ പറഞ്ഞു തന്നില്ല? അത് പറയാൻ തുടങ്ങുമ്പോഴേക്കല്ലേ ചങ്കിലേക്ക് പിടിപെണത്. ആര് പിടിച്ച്? യമദേവനും കൂട്ടരും. അല്ലാണ്ടാരാ? ആ രഹസ്യം അവളോടൊപ്പം തന്നെ അങ്ങ് ഇല്ലാണ്ടായി. എല്ലാം ഈശ്വര നിശ്ചയം. നിങ്ങള് പോലീസിൽ ഏത് വകുപ്പാന്നാ പറഞ്ഞേ? വകുപ്പ് ഏതായാലും ശരി, ചോദ്യോത്തരമൊക്കെ കഴിഞ്ഞെങ്കിൽ രണ്ടാളും ഇറങ്ങാം. കോടതിയും പോലീസും ഒക്കെ ഞാനും കുറെ കണ്ടതാ. അപ്പൊ ആ വള അമ്മാമ തന്നാന്ന് ഉറപ്പാണല്ലോ. ഇനി അത് മാറ്റി പറയില്ലല്ലോ. ഞങ്ങൾ ഇനിയും വരും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതുപോലെ തന്നെ പറഞ്ഞേക്കണം കേട്ടോ. ഹലോ, ആ മോളെ, നീ എവിടെയാ? ആ പുരുഷ ഇവിടെ വന്നിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ആ 2 പോലീസുകാരും. ആ അവരെന്നെ. ഇല്ലില്ല, അമ്മമ്മ തന്നത് തന്നെയാന്ന് പറഞ്ഞേ. മോളെ, നീ അതൊന്ന് എത്രയും പെട്ടെന്നൊന്ന് ഊരാൻ നോക്ക്. അന്ന് അന്വേഷണത്തില് ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പായി. വടകരയിൽ പഠിക്കാൻ പോയ ആ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ അവളുടെ കയ്യിലൊരു വള. അതുവരെ ആ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ആർക്കും അങ്ങനെ ഒരു വളയെപ്പറ്റി അറിയില്ല. വടകരയിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയ അന്ന് രാത്രിയാ എനിക്കിതുകൊണ്ട് അബൂക്ക നിങ്ങളെ കാലിന് ഒറ്റയടക്കോളാന്നാ. അതുവരെ ഓള് ചെയ്യും. എടാ ബാനോ, ആ എടാ എനിക്ക് മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നില്ലടാ. അത് ഈ സരളായിരുന്നു. പ്രേമം എന്ന് പറഞ്ഞ മുടിഞ്ഞ പ്രേമം. ഇതൊന്നും ചോദിച്ചേ, കേൾക്കുമ്പോ ഒരു സുഖം വേണ്ടേ? കല്യാണത്തിന് സമയമായപ്പോ അവള് വേറെ നായരത്തന്നെ കെട്ടിപ്പോയി. എന്റെ കുറെ ഷവർമ, പിന്നെ കുറെ ജ്യൂസ്, പിന്നെ വേണ്ട അതിനോട് കൂൾബാർ നടത്തി പോലീസുകാരാ. ബാനോ, അന്നൊരു താത്ത അക്ഷയില് വന്ന ദിവസം അവളെ സകല കള്ളത്തരം പൊളിയേണ്ടതായിരുന്നു. ഈ ഞാനടക്കം അവളുടെ കയ്യിൽ ആ വള കണ്ട് അന്തം വിട്ട് നിന്നപ്പോഴേ ഈ താത്ത മാത്രമാണ് അത് അവരുടെ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അറിയോ, എനിക്ക് തോന്നുന്നത് ആ താത്ത പറഞ്ഞാണ് ശരിയെന്നാ. അല്ലേ പൂക്ക? താത്തയോ? ആ, ഏത് താത്ത? അത് അക്ഷയിൽ വന്ന ഇതൊരു താത്ത. അക്ഷയിൽ വന്ന ഇതൊരു താത്ത എനിക്കറിയോ.